തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എങ്ങോട്ടാ വാലിന് തീ പിടിച്ച പോലെ? നീ അറിയുന്നേ? പിന്നെ ഞാൻ അറിയണ്ടേ? ഈ വീട്ടിലെ ചേച്ചി ഇല്ലാത്തപ്പോ എനിക്കാ ചാർജ്. ഓ, ഇത് പോലീസ് സ്റ്റേഷനാണ്, ഞാൻ അറിഞ്ഞില്ല. ചില നേരത്തെ ഇത് പോലീസ് സ്റ്റേഷനാ. നിന്നെ പോലൊരു ക്രിമിനൽ ഉള്ളപ്പോ പ്രത്യേകിച്ചു. മര്യാദക്കിന്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? സൗകര്യമില്ലെങ്കിലോ? എങ്കിൽ നിന്നെ ഞാൻ വിട്ടില്ലെങ്കിലോ? നീ എന്താന്ന് വെച്ചാ ചെയ്യടി. എന്താടാ നിന്നെ പോലൊരുത്തനോട് മുട്ടുമ്പോ ബലം ഉണ്ടാവണ്ടേ ശരത്തെ? എങ്കിലല്ലേ നീ കൊല്ലാതിരിക്കൂ. വെറുതെ മിമിക്രി കാണിച്ചോണ്ടല്ലോ. നിന്റെ വേലത്തിനൊക്കെ നിന്റെ കൈ വെച്ചാൽ മതി, ഞാൻ ഇതിലൊന്നും വീഴില്ല. ഞാൻ കാണിച്ചത് മിമിക്രി അല്ല ശരത്തെ. ഈ ഭാവം, ഈ സംസാരം നീ ഇതിനു മുൻപ് കണ്ടിട്ടില്ലേ? പിന്നെന്താ നിനക്ക് മനസ്സിലാവാതെ പോയത്? നിന്നെ പീസ് പീസായിട്ട് അരിഞ്ഞു കൊല്ലാൻ വന്നവളാ ഞാൻ. സത്യം പറ, ഇത് മണിച്ചിത്രതാഴല്ലേ? നീ നാഗവല്ലി ഇമിറ്റേറ്റ് ചെയ്യല്ലേ? നാഗവല്ലിയോ? ഞാനോ? ഇത് നാഗവല്ലി അല്ലേ? ഇന്ന് ദുർഗാഷ്ടമി ആയിട്ടില്ല. നീ ഇപ്പൊ പോ, എന്നിട്ട് അന്ന് വാ. ദുർഗാഷ്ടമിയോ? അത് നവരാത്രിയിലല്ലേ മോനെ? നിനക്കിതെന്താ പറ്റിയത്? ഇവൾ എന്നെ പേടിപ്പിക്കാൻ വരെ മുത്തശ്ശി, ഞാൻ പേടിക്കൂ? ഏതവള്? പ്രിയോ? എന്റെ ദൈവമേ, പ്രിയ മുറി കിടന്ന് ഉറങ്ങുകയാണല്ലോ. അപ്പോ അതാരാ? ഇവിടെ ആരും ഇല്ലല്ലോ മോനെ. എന്താ മോനെ, നിനക്ക് മനസ്സിന്റെ സമനിലം തെറ്റി തുടങ്ങിയോ? അല്ല മുത്തശ്ശി, പ്രിയ എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശി ഇതുവരെ. ഓ, എന്റെ കൊച്ചെ, നിനക്ക് തോന്നിയതാ. ആ, ഉറക്കം നിന്നതല്ലേ, അതിന്റെയാ. അല്ല, നീ എവിടെ പോവാൻ നിക്ക? ഒന്ന് പുറത്തു വരാം. അല്ല, ആശുപത്രി വരെ. വേഗം ചെല്ലാൻ പറഞ്ഞു. അയ്യോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ? ഒരു കുഴപ്പമില്ല മുത്തശ്ശി, മുത്തശ്ശി വിഷമിക്കണ്ട. ആ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. ഇല്ല മുത്തശ്ശി, മുത്തശ്ശി കിടന്നു. ആ, ചെല്ലേ. കിടന്നു മുത്തശ്ശി. എവിടുന്നാ മോളെ പ്രേമയെ കിട്ടിയത്? അതച്ചാ, വഴിയില് റോഡില് ഇങ്ങനെ. എവിടുന്ന് കിട്ടിയാൽ എന്താച്ചാ? തിരിച്ചു കിട്ടിയല്ലോ, അതല്ലേ പ്രധാനം. ആ അതെ, എന്നാലും എന്റെ മോൾ ഇത്രയും ദിവസം. സാരമില്ല, നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ദേവിയെ. ഈ സഹായം
ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ ചേട്ടച്ച. പ്രേമേച്ചി സ്വയം ഞങ്ങളുടെ മുന്നിൽ വന്ന് വീഴുമായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങളുടെ മുമ്പിൽ തന്നെ വന്നു. അല്ലായിരുന്നെങ്കിലോ? എവിടെന്നെങ്കിലും രക്ഷപ്പെട്ട് വന്നതായിരിക്കും. പാവന്റെ ചേച്ചി എന്തുമാത്രം സഹിച്ചു കാണും. അച്ഛാ, ഞാനൊന്ന് പോയി പ്രേമയെ കണ്ടിട്ട് വരാം. ഒരു തറവ് ചെക്കപ്പ് തന്നെ വേണ്ടിവരും. അതിനുശേഷം എന്തെങ്കിലും പറയാൻ പറ്റൂ? ഒരു കുഴപ്പമില്ലായിരുന്നു ഡോക്ടറെ. എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു ദിവസം കാണാതാവുകയായിരുന്നു. ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. ആ വിവരങ്ങളൊക്കെ പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നവർ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഭാര്യ എവിടെയാ പോയത്, അവർക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ബോധം വന്നാലേ അറിയാൻ പറ്റൂ. പേടിക്കണ്ട, ഞങ്ങൾ പരിശോധിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ക്ഷീണമല്ലാതെ വേറൊന്നും കാണുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, തൽക്കാലം പുറത്തിരിക്കൂ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. എങ്ങനെയുണ്ട് ചേച്ചിക്ക്? മയക്കത്തിലാ. പുറമേ കണ്ടാൽ ഒരു കുഴപ്പമില്ല. കുറച്ച് ടെസ്റ്റ് കൂടെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂന്നാണ് ഡോക്ടർ പറയുന്നത്. ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ, അങ്ങനെ സമാധാനിക്കേ. അതെ, അങ്ങനെ തന്നെയാണ് ഞാനും കരുതുന്നത്. SP-യുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് റെയ്ഡ് നടത്താൻ പോകുന്നുണ്ടായിരുന്നു. ആ വാർത്ത പുറത്തു വന്നപ്പോഴാണ് ചേച്ചിയെ കിട്ടിയത്. തട്ടിക്കൊണ്ടുപോയവർ പേടിച്ചു എന്ന് ചുരുക്കം. അതെ, ഒരുത്തിനെ വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ ചേച്ചിയുടെ കാണാതാകലിന് പിന്നിൽ പ്രവർത്തിച്ച സകലരെയും ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നിയമത്തിന് വിട്ടുകൊടുക്കുകയൊന്നും വേണ്ട. അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം.